നടുക്കുള്ളത് ഒരു വണ്ടി മുന്നോട്ട് പോണെങ്കിൽ ഇതിങ്ങോട്ട് തട്ടാം, ഡ്രൈവ് ചെയ്യാന് മുന്നോട്ടാക്കാം താലോട്ടേക്ക്, എന്നിട്ട് ബ്രേക്ക് വന്ന് കാലെടുക്കുക, വണ്ടി കണ്ടാ ഞാൻ ചവിട്ടിയില്ലാണ്ടാ, ഞാൻ ചവിട്ടാൻ തന്നെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, അത് ഇതാക്കിയൊക്കെ തന്നെ മതി കണ്ടാ, വണ്ടി പോകുന്നുണ്ടാ. അതിന് വണ്ടി കുറച്ചും സ്പീഡാക്കാൻ ഇത് ആക്സിലേറ്റർ എന്ന് പറയും, അത് ചെറുങ്ങനെ ചവിട്ടി കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ സ്റ്റിയറിങ് ഇങ്ങനെ ഓടിക്കാൻ തിരിക്കാനും വളക്കാനും ഇങ്ങനെ പിന്നെ നമ്മളെല്ലാം പോയിട്ട് കടലിൽ ഹലോ, അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിൽ വന്നിട്ടുള്ള കുറേ വിശേഷങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളിൽ ഞാനിങ്ങനെ പറയും, വീഡിയോ കണ്ടിട്ട് അതിലേ കൂടി ഒന്നും ഇറങ്ങല്ലേ, അതെല്ലാം നല്ലത്. അപ്പോൾ മോളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹങ്ങളില്ലാതെ ഇല്ലല്ലോ, എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. നന്നായിട്ട് ആഗ്രഹിക്കുക, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊന്നുമില്ല, അതൊക്കെ വേറെ കേസല്ലേ. എന്താ പറയുക, നമ്മൾ ആ കട്ടയിൽ ചെറിയ പിള്ളമാർ വരെ എന്താ പറയുക വലിയ രോഗം വന്നിട്ട് മരണപ്പെട്ടു പോകുന്നുണ്ടല്ലോ, അവർക്ക് ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ടാണോ അല്ല. പിന്നെ ഓരോരുത്തരെ എന്താ പറയുക, അങ്ങനെയാണ്, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല. എന്നാലും ഓരോ കാര്യവും നമുക്ക് മുന്നോട്ട് പോകുന്നിടത്തോളം അല്ലാഹുവിനോട് അൽഹംദുലില്ലാ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലേ. വല്ലപ്പോഴും കൂടുമ്പോൾ ഈ ഒരു ബീച്ചിൽ വന്നിരിക്കാനും ഇങ്ങനെ കടലോളമുള്ള കടൽ കണ്ടുകൊണ്ടേയിരിക്കാനും മനസ്സിന് എന്തെന്നില്ലാതെ ഒരു കുളിരാണ് മക്കളെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പിന്നെ മോക്കൊരു ആഗ്രഹം ഡ്രൈവ് ചെയ്യണമെന്ന്. എനക്കാണെങ്കിൽ നല്ല പേടി. ഞാൻ അവളെ ഭയങ്കരമായിട്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി, യാതൊരു രക്ഷയില്ല. ഹസ്ബൻഡ് ഒറ്റ തവണയെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവർക്ക് അതിൻ്റെ ഒരു ABCD മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അവളെന്തെങ്കിലുമല്ലോ ചവിട്ടിപ്പോവുകയെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല തന്നെയാണ്. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്ക് ഒരു കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൂ. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചെടുക്കുന്നത്. റബേ വണ്ടി നേരായി കഴിഞ്ഞാൽ ആക്സിഡന്റ് അല്ല, ഇത് കൊടുക്കും ചെറുങ്ങനെ ആക്സിഡന്റ് കൊടുക്കും. ശാലയ്ക്ക് കിട്ടും ശാല നല്ല സുഖമുണ്ട് ഓടിക്കാൻ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവള് വണ്ടി എടുക്കുന്നതുകൊണ്ട്. പക്ഷേ ഹസ്ബൻഡ് തൊട്ടടുത്തുള്ളതുകൊണ്ട് കുറച്ച് എനിക്കൊരു ധൈര്യവും. പിന്നെ എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ആളല്ലേ ഉണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്, സമയമാകുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക, ലൈസൻസ് എടുക്കുക, പിന്നെ എന്നിട്ട് നോക്കിയാൽ പോരെ എന്നെല്ലാം പറഞ്ഞ് എന്നോട് പറഞ്ഞ് അപ്പോഴേക്കെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്. പിന്നെ ചേച്ചി മതി, ഓർത്താറ് ഇഷ്ടങ്ങളല്ലേ ആഗ്രഹങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓടിക്കാൻ വിട്ടുകൊടുത്ത്. എനിക്കങ്ങനെ, എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ഈ ഒരു പേടി എപ്പോൾ ഞാൻ മാററപ്പേ പേടിത്തൊണ്ടിച്ചിൻ്റെ ഒരാളെന്ന്. എന്നാലും ഞാൻ എത്ര പേടിയുണ്ടെങ്കിലും എല്ലാത്തിലും ഒന്ന് ശ്രമിക്കും. എൻ്റെ ഒരു കേസ് അങ്ങനെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ കയറിയത്. ഇത് വരുന്നത് നമ്മുടെ ടൗണിലുള്ള MPക്കിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല തിരക്കാണ്, എപ്പം വന്നാലും നല്ല തിരക്കായിരിക്കും. പിന്നെ വേറെന്താ പറയാനുള്ള, വേറെ കുറേ പറയാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ചിക്കൻ പൊരിച്ചത് അതല്ല എനിക്കിഷ്ടം, ബീഫാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ പിന്നെ മക്കൾസൊന്നും ബീഫ് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഫുള്ളായിട്ട് ഞാൻ തന്നെ കഴിക്കേണ്ടി വരില്ല. ചിക്കൻ ആകുമ്പോൾ പ്രശ്നമില്ല, എനിക്ക് മതിയായാലും ഇവർക്കെല്ലാം കൊടുക്കാമല്ലോ. അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചത് തന്നെയാണ് വാങ്ങിയത്. അപ്പം മോള് ഫ്രൈഡ് റൈസ്, ഹസ്ബൻഡ് ചപ്പാത്തി, പിന്നെ ഇളയ മോളും ഉണ്ടായിന്. അതേപോലെ തന്നെ അനിയത്തിൻ്റെ ഒരു മോളെ നമ്മളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി 2 വരുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ അപ്പോൾ അവർക്ക് നമ്മൾ പൊറോട്ടയാണ് വാങ്ങിച്ചിന്. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഫുഡ് കിട്ടി. ഇതെല്ലാം തന്നെയല്ലേ ജീവിതത്തിൻ്റെ ഒരു രസം അല്ലേ, എന്താ പറയുക, ഇതെല്ലാം തന്നെയാണ്. നമ്മൾ എന്തുണ്ടെങ്കിലും എത്ര ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നോക്കുക.
ഞാനിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടാക്കി ഓണിക്കും ഫുഡ് കഴിക്കും മാത്രമല്ല അതിപ്പോൾ വണ്ടി കയറിയാലും വീട്ടിൽ നിന്നാലും ഒക്കെ ഇങ്ങനെ ഒച്ചപ്പാടാക്കി ഓണിക്കണം. ഹസ്ബൻഡിനും മക്കളെയും കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒച്ചപ്പാടാക്കുക, അല്ലെങ്കിൽ ഞാനങ്ങനെ സൈലൻ്റാണ്. അപ്പം ഞാൻ സാധാരണ എല്ലാ വീട്ടിലും മക്കളാണ് ഒച്ചപ്പാടാക്കല്ലേ, ഇത് നേരെ തിരിച്ചാണ്. എനിക്ക് വായി പൂട്ടി ഇങ്ങനെ നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഇനി അതുപോലെ വായി പൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം എന്തെങ്കിലും സങ്കടങ്ങളിരിക്കും. അന്നേരം പിന്നെ ഞാൻ എന്താ പറയുക മുന്നേ ചെയ്യില്ല, അല്ലെങ്കിൽ ചെറവറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും നൊണ്ടോണ്ടിരിക്കും. അതങ്ങനെയാണ് എന്താ പറയുക. അപ്പോൾ ഞാൻ തന്നെയാണ് ഒരൊച്ചപ്പാടിൻ്റെ ആൾ. വേറെ എന്താ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഇതാ അതിന് അടുത്ത പരിപാടി നമ്മളെ ചക്ക മുറിക്കലാണ്. എന്നിട്ട് നമ്മൾ അന്ന് മലപ്പുറം പോരോ അവിടുന്ന് കൊണ്ടുവന്നെയാണ്. അവിടുന്ന് ചക്ക പിന്നെ എന്താണ് കൊണ്ടുപോകാൻ അടക്ക പിന്നെ എന്താണ് തേങ്ങ അതെല്ലാം കാറിൽ മറ്റേ ഓരോ സ്നേഹിതന് ഇട്ട് കൊടുത്തണേനു. അപ്പോൾ ഇത് ചക്ക മുറിക്കുന്നത് ഹസ്ബൻഡാണ് ചക്ക മുറിക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനത്തെ അതിനൊന്നും നിൽക്കില്ല. ചക്ക ഇങ്ങനെയല്ല എന്താ വൃത്തിയാക്കി തന്നിട്ട് കയ്യിൽ തന്നാലേ ഞാനിങ്ങനെ തിന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ മുറിക്കാനൊന്നും പോവില്ല. അത് അപ്പുറം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഉമ്മ എല്ലാം ഇലാക്കിയിട്ട് പ്ലേറ്റിൽ തേച്ചിട്ട് അതിങ്ങനെ ചെററാന്നിട്ട് തിന്നു. ഇതിൻ്റെ ബാക്കിൽ അങ്ങനെ മുറിക്കാനും പിന്നെ തോണ്ടാനും ഇതിനൊന്നും പോവില്ല. ചക്ക കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ. ഇനി അന്നപ്പല കട്ട് ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടൊന്ന് കമൻ്റ് ആക്കണേ. നമുക്കറിയാലോ അന്നപ്പല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടോയെന്ന്. മടിയല്ല, എന്താണെന്ന് വെച്ചാൽ അക്ക് വേഗം കട്ട് ചെയ്തിട്ട് വരില്ല. പിന്നെ പ്രാത് പിടിക്കും, മൊത്തം വൃത്തിയിടും. അതിനെക്കാട്ടും നല്ലത് കട്ട് ചെയ്തെടുക്കുന്നല്ലേ. പിന്നെ മൂപ്പറ് വേഗം കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ അത് ക്ലീനൊക്കെ ചെയ്ത് പ്ലേറ്റിലൊക്കെ മാറ്റുന്നുണ്ട്. അത് വീട്ടിൽ പണിക്കാറുണ്ടായിരുന്നു വൈറ്റ് വാഷിൻ്റെ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്നെല്ലാം എടുക്കരുത്, വേറെ മാർഗമൊക്കെ ഉണ്ട്. ഇതെല്ലാം കളയണ്ടേ? അത് തിന്നുന്നാളെ വന്നാൽ അത് തിരിയട്ടെ. ഞാൻ കണ്ട എന്റെ മാപ്പിളൊക്കെ എന്നിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ എന്തും കണ്ടേക്ക ഞാൻ പെണ്ണാകത്തെ കിട്ടിയാൽ മതി. അപ്പോൾ ചക്ക കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അപ്പുറത്തുനിന്ന് അനിയത്തി ഓടി വന്നിട്ട് എൻ്റെ മാപ്പിളക്ക് താന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് കൊണ്ടുപോയിനും. അപ്പോൾ അതാണ് ഹസ്ബൻഡ് ഇങ്ങനെ എന്നെ കളിയാക്കുന്നത്. പിന്നെ കണ്ട എന്ത് നല്ല സ്നേഹമെന്ന് പറഞ്ഞിട്ട് നീയെല്ലാം വന്നുള്ള പറഞ്ഞിട്ട് എന്നെ കളിയാക്കുകയും ചെയ്യുന്നത്. അല്ലാഹു അക്ബർ. ഇങ്ങനെ ഓരോന്ന് പറയൽ തന്നെയാണ് ചക്ക കട്ട് ചെയ്യുമ്പോൾ. പിന്നെ അതിനേനിടക്ക് പറയുകയും ചെയ്യുന്നുണ്ട് കട്ട് ചെയ്താൽ മാത്രം പോരാ വൃത്തിയാക്കുകയും ചെയ്യണമെന്നല്ലോ.